ഇന്നും നല്ല മഴയുള്ളൊരു ദിവസം തന്നെയാണ്. കുറേ നേരം മടിയൊക്കെ പിടിച്ച് ടി വിയൊക്കെ കണ്ട് ഫോണൊക്കെ നോക്കി കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എത്ര നേരം ഇരുന്നാലും എത്ര സമയം കഴിഞ്ഞാലും ഞാൻ തന്നെ ചെയ്യണ്ടേ, എങ്കിൽ പിന്നെ അതങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് തൂത്തൊക്കെ വാരി എല്ലാം അടുക്കി പെറുക്കി ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അയില എടുത്തിട്ടപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ കിറ്റിന് ഊട്ട ഉണ്ടായിരുന്നു, അയില പോയോ എന്ന് ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് അങ്ങോട്ട് കഴുകി മാറ്റി വെച്ചിട്ട് നമുക്ക് ആ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. എന്നിട്ട് തേങ്ങയും മുളകും അരച്ചിട്ട് അതങ്ങ് കറിയും കൂടി വയ്ക്കാം. അപ്പോൾ അയലക്കറിയും ഉണ്ട്, അതിൻ്റെ കൂടെ പയറ് വെച്ചിട്ട് നമുക്കൊരു മെഴുക്കുവരട്ടിയും വെക്കാം. പിന്നെ നമുക്ക് രാവിലെ ഇഡലി ആയിരുന്നു, ഇഡലിയുടെ കൂടെ വെച്ച് സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പോൾ സാമ്പാറും അയലക്കറിയും പയറ് മെഴുക്കുവരട്ടിയും അതാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ചെന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മുടെ പയറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. ഏകദേശം നമ്മുടെ കറികളൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ. ഇനി ഒന്ന് പോയി കുളിക്കണം. മഴയൊക്കെ ആയതുകൊണ്ട് തല കുളിക്കണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മേല് മാത്രം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ചോറും മീൻകറിയും മെഴുക്കുവരട്ടിയും പിന്നെന്തായിരുന്നു സാമ്പാറും എല്ലാം കൂടെ കൂട്ടി കഴിക്കണം. എനിക്കുണ്ടല്ലോ ഈ മീൻകറിയുടെ കൂടെ സാമ്പാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഊണ് കണ്ടാലോ, ചോറൊക്കെ കണ്ടല്ലോ, സാമ്പാർ റെഡിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ? ഞാൻ ചോറ് കഴിച്ചിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.